വേനൽ ചൂടിനെ തണുപ്പിക്കാൻ വഴിയോരങ്ങളിൽ പനനൊങ്കുകൾ സജീവമായി. പാലക്കാടിന്റെ പ്രത്യേകതയായ പനനൊങ്കിന് ആവശ്യക്കാരും ഏറെയാണ്. ഇളനീര് പോലെ തന്നെ പ്രകൃതിദത്ത വിഭവമായതിനാലാണ് പനനൊങ്ക് പലരുടെയും ഇഷ്ടം പിടിച്ചുപറ്റുന്നത്. പാലക്കാട്ടെ ചൂടിന്റെ കാഠിന്യം കൂടുകയാണ്. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് കുടിക്കാതെ തിരിച്ചു പോകാൻ പലപ്പോഴും പറ്റാറില്ല. പാലക്കാടിന്റെ മുദ്രയായ കരിമ്പനകൾ തന്നെയാണ് അതിനുള്ള വഴിയും കാണിച്ചു കൊടുത്തത്. ചൂടിനെ നേരിടാൻ ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് പാലക്കാടിന്റെ സ്വന്തം പനനൊങ്കിനെ തന്നെയാണ്. നമ്മളോടുകൂടി നല്ല പെരുമാറ്റമാണ് ഈ വന്നവർ. അവർ കൃത്യമായിട്ട് സമയത്ത് നമുക്ക് 11 മണിക്ക് പറഞ്ഞാൽ സാധനം ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്. പിന്നെ അവർ വഴക്കോ വേറെ വല്ല കാര്യങ്ങളോ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ ക്ഷമയോടുകൂടി അവരെല്ലാം വെട്ടി തയ്യാറാക്കി തരുന്നുണ്ട്. നമുക്ക് ആശ്വാസമാണ്. കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ മേഖലകളിൽ നിന്നുമാണ് കൂടുതലായും പനനൊങ്കുകൾ വിൽപ്പനക്ക് എത്തുന്നത്. ചൂട് കൂടുന്തോറും ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിക്കുകയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. കച്ചവടം കുഴപ്പമില്ല. പിന്നെ നൊങ്ക് വെട്ടാൻ ആളില്ല, നൊങ്കിൻ്റെ ഡിമാൻഡ് കൂടി, അതുകൊണ്ടാണ് കച്ചവടം കുഴപ്പമില്ല. പാലക്കാട് നിന്നും മറ്റു ജില്ലകളിലേക്കും പനനൊങ്ക് സജീവമായി കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പന കയറാൻ ആളുകളെ കിട്ടാത്തതും പലരും മറ്റു കൃഷികൾക്കായി പനകൾ വെട്ടിമാറ്റിയതും ഈ മേഖലയ്ക്ക് പ്രതിസന്ധിയാണ്. പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പനനൊങ്ക്. വേനൽ കടുത്തതോടെ പനനൊങ്കിനായി നിരവധി ആളുകളാണ് ഓരോ കടയിലും എത്തുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.